പൂക്കോട്ട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിക്രൂര പീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും അടിച്ചു. പൊതുമധ്യത്തിൽ അപമാനിതനായ സിദ്ധാർത്ഥൻ ഫെബ്രുവരി 18 ഉച്ചയോടെ തൂങ്ങി മരിച്ചെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക്, ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു ക്രൂരമർദ്ദനത്തിന് ഇരയായി സിദ്ധാർത്ഥൻ എന്നത്. എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? വിനീത, സിദ്ധാർത്ഥൻ അനുഭവിച്ചത് അതിക്രൂര പീഡനമാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് 16-ാം തീയതി രാത്രി 9 മണിയോടുകൂടി സിദ്ധാർത്ഥനെ ഈ സംഘം കോളേജിൽ മർദ്ദനം ആരംഭിച്ചു. അത് പുലർച്ചെ 2 മണി വരെ നീണ്ടുനിന്ന ഈ ഒരു മർദ്ദനമാണെന്ന് പറയുന്നുണ്ട്. പൊതുമധ്യത്തിൽ പരസ്യമായി ഈ വിചാരണ നടത്തിയതിനും അപമാനിച്ചതിനെയും തുടർന്ന് സിദ്ധാർത്ഥൻ സങ്കടപ്പെട്ടിരുന്നു. തുടർന്ന് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് വരെ പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചു. ഇതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, സഹപാഠിയായ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഈ ഒരു ആരോപണം ഉണ്ടായതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളും സഹപാഠികളുമായ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരാനായി ആവശ്യപ്പെട്ടത്. അതായത് പ്രധാനമായും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ, പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്ന കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസ് ആകുമെന്നും അതോടൊപ്പം വലിയ പ്രശ്നമാകുമെന്നും സിദ്ധാർത്ഥനെ ധരിപ്പിച്ചു. ഈ കോളേജിലെ ഹോസ്റ്റലിലെ ഒരു അലിഖിത നിയമമുണ്ട്. അതായത് ഇവിടെ തന്നെ പറഞ്ഞു തീർക്കാം. നേരത്തെ സമാന്തരമായ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നേരത്തെ പുറത്തു വന്ന വെളിപ്പെടുത്തലാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ ാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള മറ്റൊരു വിവരവും. അതായത് തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചു. ആ സമയത്ത് സിദ്ധാർത്ഥൻ എറണാകുളത്ത് നിന്നും തിരികെ വരികയും ഹോസ്റ്റൽ മുറിയിലെത്തി. പിന്നീട് എങ്ങും പോകാൻ അനുവദിക്കാത്ത രീതിയിൽ അന്യായമായി തടങ്കലിൽ വെച്ചു. ഒരു ദിവസം മുഴുവൻ ക്രൂരമായി മർദ്ദിച്ചു. അതായത് ദീപക്, നേരത്തെ കുടുംബം ആരോപിച്ചതുപോലെ തന്നെ 3 ദിവസം തുടർച്ചയായി ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നാണല്ലോ. അപ്പോൾ മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ട് ക്രൂരപീഡനത്തിന് ഇരയാക്കി എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്, അല്ലേ? അതായത് മൊബൈൽ ഫോണിൽ വിളിച്ച സിദ്ധാർത്ഥൻ 16-ാം തീയതി ഹോസ്റ്റൽ രാവിലെ എത്തി. പിന്നീട് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ അന്യായമായി തടങ്കലിൽ സൂക്ഷിച്ചു. മാത്രമല്ല ഈ കോളേജ് ക്യാമ്പസിനകത്തെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നീട് വീണ്ടും ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു. ആ സമയത്താണ് ഈ ഇടിമുറി എന്ന് പറയുന്ന 21 നമ്പർ മുറിയിൽ വെച്ചും പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഈ 18 പ്രതികളും കൂടി, അതായത് അതിൽ 13-ാം പ്രതി ഒഴികെയുള്ള മറ്റു പ്രതികളാണ് ഈ ബെൽറ്റ് കൊണ്ടും ഒപ്പം കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടടിച്ചും കാലുകൊണ്ട് തൊഴിച്ചും ക്രൂരമായ പീഡനം നടത്തിയതെന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ പ്രതികൾ എത്തിച്ചത് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മഹത്യയാണെന്ന് തന്നെയാണോ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ? അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? വിനീത, പ്രധാനമായും ഈ പ്രതികളുടെ ഇടപെടൽ മൂലം, അതായത് ഈ 18 പ്രതികളും അതിൽ 13-ാം പ്രതി ഒഴികെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് ആയത്, അതായത് മരണകാരണമായി പറയുന്നത് തൂങ്ങി മരിച്ചത് എന്നായതാണ്. അതനുസരിച്ച് ഈ റിമാൻഡ് റിപ്പോർട്ടിലും 18-ാം തീയതി ഉച്ചയോടെ സിദ്ധാർത്ഥൻ തൂങ്ങി മരിക്കുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് ഇതിലും പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വിവരം. വിനീത.